തൊടുപുഴയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി തൂണുകൾ സ്ഥാപിച്ചിട്ട് ഒരു വർഷം. തൂണുകൾ കാടുകയറിയും ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകൾ വെയിലും മഴയുമേറ്റ് നശിക്കുന്നു. മോഷ്ടാക്കളെയും സാമൂഹ്യവിരുദ്ധരെയും നിരീക്ഷിക്കുന്നതിനായി നഗരത്തിലും സമീപ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിപ്പിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ മുതലക്കോടത്ത് ബൈക്ക് യാത്രികനായിരുന്ന യുവാവിന്റെ മരണത്തിനു കാരണമായ അജ്ഞാത വാഹനം തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. നഗരത്തിൽ ക്യാമറകൾ പ്രവർത്തനക്ഷമമായിരുന്നെങ്കിൽ അപകടം സൃഷ്ടിച്ച വാഹനം കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് നഗരവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തോളമായി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതോടൊപ്പം കുറ്റകൃത്യങ്ങൾ തടയാനും പൊഴിയിലും മറ്റും മാലിന്യങ്ങൾ തള്ളുന്നവരെ കണ്ടെത്താനും നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വത്തിനും ക്യാമറകൾ ഏറെ പങ്കുവഹിക്കുമായിരുന്നു. ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി നഗരത്തിലെ വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമായി 85 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്തെങ്കിലും ക്യാമറകൾ മാത്രം മെഴി തുറന്നില്ല. ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥർ ലക്ഷങ്ങളാണ് കമ്മീഷൻ ഇനത്തിൽ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ആരോപണം. ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി നൂറുകണക്കിന് പോസ്റ്റുകളാണ് വഴിനീളെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ ചിലത് ഇതിനോടകം ഒടിഞ്ഞ നിലയിലാണ്, ചിലതാവട്ടെ കാട് കയറി മൂടിയ നിലയിലും. പ്രധാന ജംഗ്ഷനുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതൊഴിച്ചാൽ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ആദ്യം മുതൽ തന്നെ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവും വിവാദവും നിലനിന്നിരുന്നു. ക്യാമറകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കുള്ളത്. പലയിടത്തും സ്ഥാപിച്ച ക്യാമറകൾ ഇപ്പോൾ വെയിലും മഴയുമേറ്റ് നശിക്കുകയാണ്. ഇവയിൽ പലതും കേടായതായും പറയപ്പെടുന്നു. BBC ന്യൂസ് തൊടുപുഴ.